الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചതുപോലെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മയിലേക്ക് കൂടുതൽ താല്പര്യമുണ്ടാവാനുള്ള വ്യത്യസ്തമായ വഴികൾ, അതിലൊന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞ മരണസ്മരണ, ദിക്റുൽ മൗത്ത് എന്നത്. ആ ദിക്റുൽ മൗത്ത് ഉണ്ടാകാനും അതുപോലെ ജീവിതം ഉണ്ടാകാനുമുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുക എന്നത്. ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ഗുണപാഠമാണ് ഖബർ നൽകുക. ഖബർ കാണുക, ഖബറിനെ കുറിച്ച് ഓർക്കുക, ഖബർ ജീവിതം ആലോചിക്കുക എന്നതൊക്കെ ജീവിതം ഉണ്ടാവാനുള്ള വഴികളിൽപ്പെട്ടതാണ്. മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ ശക്തമായി കരയുമായിരുന്നുവെന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഖബർ കേൾക്കുമ്പോൾ ഇത്രയേറെ പ്രയാസപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്നത് പരത്രീകമായ ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം അതിനേക്കാൾ ഏറെ എളുപ്പമാണ്.
അതല്ല ആ ഖബറിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ശേഷമുള്ളതെല്ലാം അതിലേറെ പ്രയാസകരവുമാണ് എന്നാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി. ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ആ ഖബറാണ് ഒന്നാമത്തെ ഭവനം. ദുനിയാവ് കഴിഞ്ഞാൽ പരലോകത്തേക്കുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനം ഖബറാണ്, ബർസഖാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും അവർക്ക് പിറകിൽ ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിലും ആഖിറത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്, ഒരു മറക്കപ്പുറത്തെ ജീവിതമാണ് ബർസഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖബർ ജീവിതം. അത് ഖബറടക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, മയ്യത്ത് എവിടെയെങ്കിലും കത്തിക്കരിഞ്ഞ് കിട്ടാതെ പോയാലും, വല്ല ജീവികളോ മറ്റോ പിടിച്ച് ഭക്ഷിച്ചു പോയാലും, ഇനി സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് വീണുപോയി വല്ല മത്സ്യങ്ങളോ മറ്റോ വിഴുങ്ങിത്തിന്നു പോയാലും ശരി, ആ കാലഘട്ടമാണ് ബർസഖ് എന്നത്. സാധാരണഗതിയിൽ വിശ്വാസിയെ സംബന്ധിച്ച് ആ മയ്യത്ത് മറമാടും. അതാണ് ഇസ്ലാം നിശ്ചയിച്ചത്. എന്താണ് മരണം മുതൽ ഖിയാമത്ത് വരെയുള്ള ഒരു ഇടവേള കാലഘട്ടത്തിനാണ് ബർസഖിയായ ജീവിതമെന്ന് പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത്. അത് ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഖബർ പോയി കാണുക. അതിനാണ് ഖബർ സിയാറത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഫസൂറുഹ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകമെന്ന ഓർമ്മയുണ്ടാക്കി തരുമത്. മറ്റൊരു റിപ്പോർട്ടിൽ തുദക്കിറുകുമുൽ മൗത്ത്, മരണമെന്ന ഓർമ്മയുണ്ടാവാൻ അത് പര്യാപ്തമാണ്. അത് ഇന്ന ഖബർ എന്നൊന്നുമില്ല. പരിചയമുള്ള ആളെ ഖബർ എന്നോ ഉമ്മാന്റെ ഖബർ വാപ്പാന്റെ ഖബർ അങ്ങനെയൊന്നുമില്ല. ഏത് ഖബർ നമുക്ക് ഈ ഉത്ബോധം ലഭിക്കാവുന്ന, ആ ഒരു ബോധമുണ്ടാകാവുന്നത് ഏതാണോ അത് മുസ്ലിം അല്ലാത്തവന്റെ ഖബറാണെങ്കിൽ പോലും അത് ജായിസാണ്, അനുവദനീയമാണ് എന്ന് നബിതങ്ങളുടെ പ്രവൃത്തികളും അതുപോലെ പൊതുവായ ഹദീസുമെല്ലാം നമ്മെ അറിയിക്കുന്നുണ്ട്. ഖബർ ചെന്ന് കാണൽ തനിക്ക് ഒരു ഓർമ്മയുണ്ടാവാനാണ്, നമുക്ക് നമ്മെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ. പോകുന്ന വഴിയിൽ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിൽ തന്നെ പോകണമെന്നില്ല. എപ്പോഴും ഏത് ദുആയിലും ആർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഖുതുബയിൽ സാധാരണ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബേ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിൽ നമ്മൾക്ക് ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആമീൻ പറയുന്നു. മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിൽ തന്നെ പോകണമെന്നില്ല. നമ്മുടെ ഏത് ദുആയിലും മരിച്ചുപോയ വിശ്വാസികൾക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ പരിചയപ്പെടുത്തിയ ശൈലിയും അത് തന്നെയാണ്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തുതാ വലിഇഖ്വാനിനാ സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ കഴിഞ്ഞകാല വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് മുഴുവൻ റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അമ്പിയാക്കളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞകാല വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി കാണാനും കഴിയും. അപ്പൊ ഖബറിൽ പോണത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നല്ല, അത് ഏതായാലും പ്രാർത്ഥിക്കും പോകുമ്പോൾ. എന്നാൽ അതിനേക്കാൾ ഏറെ നമുക്ക് ആ ബോധമുണ്ടാവാൻ, എനിക്കും വേണമല്ലോ മരിക്കുക, ഞാനും ഇങ്ങനെ വന്ന് കിടക്കേണ്ടവനാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഈ ശരീരവും ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ മറമാടപ്പെട്ട് ഇതുപോലെ ഖബറായി ആ ഖബറിനുള്ളിൽ കഴിയേണ്ടവനാണ് ഞാനെന്ന ആ ബോധമാണ് ഖബർ സിയാറത്തിലൂടെ ഉണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖബർസ്ഥാനിലേക്ക് പോകാറാണ്, പ്രത്യേകമായ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഇന്ന ഖബർ എന്നല്ല, ഒരാളുടെ ഖബർ കാണാൻ പോകുക എന്നല്ല, അത് പാടില്ലെന്നല്ല പഠിപ്പിക്കുന്നത്. പക്ഷേ പൊതുവായി നബി തങ്ങൾ ഖബർസ്ഥാനിൽ ചെല്ലുന്നു, എന്നിട്ട് ആ ഖബറുകൾ നോക്കി അങ്ങനെ നിൽക്കുന്നു, അവരോട് സലാം പറയുന്നു, സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. വിശ്വാസികളുടെ ഭവനക്കാരെ, വീട്ടുകാരെ, നിങ്ങൾക്ക് റബ്ബിന്റെ സലാം ഉണ്ടാവട്ടെ.
ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ളവരാണ്. അതാണ് ആ ബോധം. ആ ബോധം അതാണ് ഉദ്ദേശിക്കുന്ന പക്ഷം ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരും. ഇന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഞങ്ങളും ഇങ്ങനെ വന്നു ചേരേണ്ടവരാണ്, വന്ന് കിടക്കേണ്ടവരാണ് എന്ന ആ ബോധമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഖബർസ്ഥാനിൽ ചെന്ന് ദീർഘമായി നോക്കി നിന്ന് കരയുമായിരുന്നുവെന്ന് കാണാം. ഒരുപാട് സമയം അങ്ങ് നിൽക്കും. ഇമാം ഖുർത്തുബിയുടെ അത്തദ്കിറ ബിഅഹ്വാലിൽ മൗത വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖുർത്തുബി അലി ഇബ്നു അബീ ത്വാലിബിന്റെ ആ വിഷയം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. മരണവുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാൻ, പാരത്രികമായ അവസ്ഥകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇമാം ഖുർത്തുബിയുടെ അത്തദ്കിറ എന്ന ഗ്രന്ഥം. അദ്ദേഹം പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് ഖബർസ്ഥാനിൽ ചെല്ലും. ദീർഘമായ സമയം ആ ഖബറുകൾ നോക്കി അദ്ദേഹം അങ്ങനെ നിൽക്കും. ഇത് സ്വയം അതിന് പാണം ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുമെന്ന് അദ്ദേഹം അവിടുന്ന് വിളിച്ചു പറയും. ഖബറാളികളെ, എന്താ നിങ്ങളുടെ അവസ്ഥകൾ, എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ? അദ്ദേഹം തന്നെ പറയും, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞങ്ങൾ ഇത് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തത്തെ കുറിച്ച് പറയുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയും ചെയ്യുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ നിലയ്ക്ക് ഖബറുകൾ പോയി കാണുക. അതൊരു പക്ഷേ മറമാടപ്പെട്ട ഖബറാവാം, ഇത് അല്ലാത്തൊരു ഖബറും മറമാടപ്പെടാത്ത, മയ്യത്തില്ലാത്ത, ഒഴിച്ചു വെച്ച ഖബറുകൾ പോലും വിശ്വാസിക്കെപ്പോഴും ഒരു താക്കീതാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വഹാബിമാർ ചിലർക്ക് അങ്ങനെ വീടിന് മുമ്പിൽ ഖബർ കുഴിച്ചവർ പോലും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇതാണ് ഇത് ചെല്ലാനുള്ളത് എന്ന, ഇതാണ് എന്റെ ഭവനമെന്ന ഈ വീട് ഒഴിവാക്കി, ഈ സൗകര്യം ഒഴിവാക്കി ഫാനും മേശയും ബെഡും അടക്കമുള്ള എല്ലാ സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രം ഉറങ്ങാൻ കഴിയും നമുക്ക്. അതൊന്നുമില്ലാതെ ആരുടെ മണ്ണിൽ ചെന്ന് ആ മണ്ണ് തലയിണയാക്കി ആ മണ്ണിൽ കിടക്കേണ്ടെന്ന ഒരു ഘട്ടം വരാനുണ്ട്, ഒരു സാഹചര്യമുണ്ട് എന്ന ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണത്. അതുകൊണ്ട് ഖബർ സന്ദർശിക്കുക എന്നത് എപ്പോഴും മനുഷ്യൻ നന്നാവാനുള്ള ഒരു മാർഗമാണ്. അത് ഏത് ഖബറുമാകാം. പരിചയമുള്ളവന്റെ ഖബർ, അല്ലാത്തവന്റെ ഖബറൊന്നുമില്ല. മുസ്ലിം ആവണമെന്നില്ല, അല്ലാത്തവന്റെ ഖബറിൽ പോലും സന്ദർശിക്കാൻ അനുവദനീയമാണ്. ഈ ഉദ്ദേശം നടക്കുമെങ്കിൽ എന്നാണ്. അവിശ്വാസിയായ മുസ്ലിക്കായ ഒരു അവിശ്വാസിയായവന്റെ ഖബർ പോലും സന്ദർശിക്കാം. പക്ഷെ ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആകണം എന്ന് മാത്രം. തുലക്കെടുക്കുമ്പോൾ ആഖിറാം, പരലോകം എന്ന ഓർമ്മയുണ്ടാവാൻ, മരണം എന്ന ചിന്തയുണ്ടാവാൻ. മറ്റൊരു റിപ്പോർട്ടിൽ ദുനിയാവിൽ താല്പര്യം കുറയാൻ, ദുനിയാവിന്റെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങളെ ഒന്ന് കുറയ്ക്കാൻ നല്ലതാണ് ഇടയ്ക്കൊന്ന് ഖബർ പോയി കാണുക, ഒന്ന് ഖബർസ്ഥാനിൽ ചെല്ലുക, അവിടെ ദീർഘനേരം നിൽക്കുക, ഖബറുകൾ നോക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഖബർസ്ഥാനുകളിൽ ധാരാളം ഖബറുകളാണ്. പരിചയമുള്ളവർ, ഇല്ലാത്തവർ, നാട്ടുകാർ, കുടുംബക്കാർ, നമ്മേക്കാൾ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, നമ്മുടെ കൂടെ കളിച്ചും പഠിച്ചും വളർന്നു പോകുന്ന ആളുകൾ, നമ്മുടെ സമപ്രായക്കാർ, അങ്ങനെ പലരുമുണ്ട് അവിടെ കിടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇങ്ങനെ വന്ന് കിടക്കും. എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. നീ ഖബറാളികളെ കൂട്ടത്തിൽ നിന്നെ നീ എണ്ണിക്കൊള്ളുക എന്നാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾ വിസ്തരിത്താൽ അടുത്തത് ഞാനായിരിക്കാമെന്ന ആ ഓർമ്മയുണ്ടാകണമെന്നർത്ഥം. നമ്മുടെ കഫൻ തുണി പക്ഷേ തയ്യാറായിട്ടുണ്ടാകും, നമുക്ക് വേണ്ടി ഖബർ പക്ഷേ കുഴിക്കപ്പെട്ടിട്ടുണ്ടാകാം, നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ഒരു കവി പറഞ്ഞുവല്ലോ, ആളുകൾ അങ്ങനെ നേരം വെളുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അവന്റെ കഫൻ തുണികൾ പോലും ഇവൻ നെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട്, ഇവൻ അറിയുന്നില്ല എന്ന് മാത്രം. തൊട്ടടുത്ത കടയിൽ വെച്ച കഫൻ തുണിയിൽ ഒരുപക്ഷെ ഇനി കഫൻ ചെയ്യുക എന്നെയായിരിക്കാം, നമ്മിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, നമ്മൾ അറിയുന്നില്ല. അവിടെ വെച്ച ആ സെറ്റ് അത് എനിക്കുള്ളതാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. وكم من صحيح مات من غير علة وكم من سقيم عاش حينا من الدهر. എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു അസുഖവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എത്രയെത്ര രോഗികളാണ് പിന്നെയും ദീർഘമായ കാലം അങ്ങനെ ആ രോഗത്തോടു കൂടി കഴിഞ്ഞുകൂടിയത്. ഒരുപാട് അസുഖം വന്ന്, ഒരുപാട് പ്രയാസങ്ങൾ വന്ന്, മേൽക്കുമേലെ ബുദ്ധിമുട്ടും കട്ടപ്പാടും രോഗങ്ങളും വന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ച മനുഷ്യന്മാർ അവർ പിന്നെയും അങ്ങനെ ഒരുപാട് കാലം ജീവിക്കുകയാണ്. ഒരു അസുഖവുമില്ലാത്ത ആളുകൾ ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരണത്തിൽ കീഴ്പ്പെട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന കേൾക്കുന്ന വാർത്തകളാണ്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പ്
അങ്ങനെ യാത്ര എന്ന ആ ഓർമ്മയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കി വെച്ചത്. അത് ശക്തമായ സുന്നത്താണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് സുന്നത്തില്ലെങ്കിലും അവർ ചില അദബുകൾ പാലിച്ചുകൊണ്ട് ഫിത്നകൾ ഇല്ല എങ്കിൽ അവർക്കും ജായിസാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ധാരാളമായ സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. ശാപമുണ്ടവർക്ക് ഖബറുകൾ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് ശാപമുണ്ട് എന്ന് ഹദീസിൽ കാണാം. കാരണം ഫിത്നകൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ പോകുമ്പോൾ വാവിട്ട് നിലവിളിക്കലും വലിയ ശബ്ദമുണ്ടാക്കലും അക്ഷമയുണ്ടാകലും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക്. അതുകൊണ്ട് അവർക്കത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന അനുവദനീയമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ചോദിച്ചു, നബിയെ, ഞാൻ ഖബർ സന്ദർശിച്ചാൽ എന്താണ് പറയേണ്ടത്? അപ്പോൾ നബി ഞങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ എന്ന പ്രാർത്ഥന അവിടെയാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത്. അല്ലാതെ നബി ഞങ്ങൾ പറഞ്ഞില്ല, ആയിഷ എനിക്ക് അങ്ങനെ സിയാറത്തില്ലല്ലോ, നീ അങ്ങനെ പോകാൻ പാടില്ലല്ലോ എന്നല്ല പറഞ്ഞത്. ആ ദുആ അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഖബർസ്ഥാനിൽ വരുന്നത് കാണുമ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അദ്ദേഹം അവർ പറഞ്ഞു, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിന്റെ ഖബർ സന്ദർശിച്ചു വരികയാണ് ഞാൻ. അപ്പൊ ചോദിച്ചു, ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് നബി ഞങ്ങൾ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പൊ ആ നിലക്ക് മര്യാദകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ സ്ത്രീകൾക്കും തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു പുരുഷന്മാരെ പോലെ പ്രത്യേകമായ സുന്നത്തില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു സ്ത്രീ പോയാൽ അതുകൊണ്ട് എന്തെങ്കിലും ഫിത്നകളോ പ്രയാസങ്ങളോ ഭയപ്പെടുന്നുവെങ്കിൽ അവർ പോകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് കറാഹത്തോ ഹറാമോ വരെയായി മാറുമെന്നും പണ്ഡിതമതവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും സഹോദരങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊരു ബോധമുണ്ടാവാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഖബറുകളുമായുള്ള ആ നിലക്കുള്ള ഒരു ബന്ധമുണ്ടാവുക, ഖബർ സന്ദർശിക്കുക എന്നത്. എന്നാൽ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിക്കുകയും വേണം. അവിടെ വാവിട്ട് കരയാൻ പാടില്ല, നിലവിളിക്കാൻ പാടില്ല, അവിടെ പ്രത്യേകമായ ഖുർആൻ പാരായണമില്ല, അതുപോലെ ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല, ഖബറിൽ ഇരിക്കാൻ പാടില്ല, തുടങ്ങി ഒരുപാട് നിയമങ്ങൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 5 കാര്യം പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഖബറിൽ ഇരിക്കരുത്, അതിൽ ചവിട്ടരുത്, അത് എഴുതി വെക്കരുത്, കുമ്മായമിടാൻ പാടില്ല, എടുപ്പുണ്ടാക്കാൻ പാടില്ല, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം നബി ഞങ്ങൾ വിലക്കിയ കാര്യമാണ്. ഖബർ ഉയർത്തി അത് വലിയ കെട്ടിടമാക്കി അവിടെ പള്ളിയുണ്ടാക്കി അല്ലെങ്കിൽ വലിയ നിർമ്മാണം നിർമ്മിച്ച് ദർഗയാക്കി ജാറമാക്കി മാറ്റൽ അത് വിലക്കപ്പെട്ട ശപിക്കപ്പെട്ട കാര്യമാണ്. നബി വഫാത്താകുന്ന സമയത്ത് പോലും മരണത്തിന് തൊട്ടടുത്ത നിമിഷങ്ങളിൽ പോലും നബി ഞങ്ങൾ പറഞ്ഞ താക്കീതാണ് പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിനാൽ ജൂത ക്രൈസ്തവർക്ക് ശാപമുണ്ട് എന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖബറങ്ങനെ ഉയർത്താൻ പാടില്ല എന്നാണ്. ഒരു ചാണോളം ഉയർത്താൻ ഖബറാണെന്ന് അറിയാൻ, ചവിട്ടിപ്പോകാതിരിക്കാൻ, അനാദരിക്കപ്പെടാതിരിക്കാൻ, അതിന് മേൽ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കപ്പെടാതിരിക്കാൻ ഒരു വിശ്വാസിയുടെ ഖബറാണ്. ആ നിലയ്ക്ക് അനാദരിക്കപ്പെടാതിരിക്കണം. അതിനുവേണ്ടി ഒരു ചാൺ ഉയർത്താമെന്ന് പ്രത്യേകമായി പറഞ്ഞു. നബിയുടെ ഖബർ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. സുദീഖുല്ലാഹിന്റെ ഖബർ, ഉമർ ഖത്താബിന്റെ ഖബർ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. അതാണ് സുന്നത്ത്, അതാണ് പഠിപ്പിക്കപ്പെട്ട രീതി. അതിനപ്പുറം ഖബർ അധികമായി ഉയർത്തൽ പാടില്ലാത്ത ഹറാമായ വിലക്കപ്പെട്ട കാര്യമാണ്. ഒരു ഖബർസ്ഥാനാണ്, പ്രത്യേകിച്ചും അത് ഹറാമും അത് പൊളിച്ചു മാറ്റപ്പെടേണ്ടതുമാണ്. ഇന്ന് തർക്കമില്ലാത്ത വിധം ഹദീസിൽ കൂടി സ്ഥിരപ്പെട്ടതും മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഏകാഭിപ്രായമായി പറഞ്ഞ കാര്യവുമാണ്. അതുപോലെ അവിടെ പൊലകെട്ടിക്കൂടുക, അവിടെ എഴുതി വെക്കുക, അവന്റെ ഉള്ളിലാവട്ടെ പുറത്താവട്ടെ എഴുതി വെക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അവിടെ ചവിട്ടാൻ പാടില്ല, ചെരുപ്പിട്ട് ഏതായാലും ചവിട്ടാൻ പാടില്ല. അല്ലാതെയും ഖബറിന്റെ മീതെ ചവിട്ടൽ വിലക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ഖബർസ്ഥാനിലേക്ക് പോകാൻ മറ്റു ചില പ്രയാസങ്ങളുണ്ട്. ചെരുപ്പിട്ടേ പറ്റൂ എന്നാണെങ്കിൽ നിർവാഹമില്ല, ഇളവുണ്ടാകുമെന്നാണ്. കാടാണ്, മുള്ളുകളാണ്, കടന്നു പോകാൻ പറ്റാവുന്ന എല്ലാ വഴികളില്ല. അത്തരം സാഹചര്യം ഉണ്ട് എങ്കിൽ ഇളവുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പണ്ഡിതന്മാർക്ക് അതിന് ഇളവുകൾ നൽകിയതായി കാണാനും സാധിക്കുന്നു. ഏതായിരുന്നാലും എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് ഖബർസ്ഥാനുകളിൽ പോവുക, ഖബറുകളെ കാണുക, അത് ജീവിതത്തിൽ നടക്കുന്നത് നല്ലതാണ്. ഒന്ന് പോയി നിൽക്കുക. അത് എവിടെയും ആവാം, ഉമ്മാന്റെ ഖബറായിക്കോട്ടെ, വാപ്പാനായിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, എവിടെയാണെങ്കിലും അവിടെ ചെന്ന് നിന്ന് എനിക്കും വേണമല്ലോ ഇതുപോലെ കിടക്കുക എന്ന ഓർമ്മയുണ്ടാവുകയും ആ ഒരു ബോധം ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള വഴിയായി അതിന് ഉൾക്കൊള്ളുകയും ചെയ്താൽ അത് വലിയ മാറ്റത്തിന് തീർച്ചയായും നിമിത്തമായി മാറും. ആ നിലയ്ക്ക് എപ്പോഴും മരിക്കണമെന്ന ഓർമ്മ, മരിക്കുമെന്ന ചിന്ത, പരലോകത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പ്
ഖബറുമായി ബന്ധപ്പെട്ട ആലോചനകൾ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കാനുണ്ട്, മഹ്ശറിൽ ചെല്ലാനുണ്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നവനാണ്, ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്, അവിടേക്ക് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി, ആ ബോധത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബറുകളുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ പ്രത്യേകമായി വിരോധിച്ച ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പിൽക്കാലത്ത് വന്ന പിഴച്ച പല സംഘങ്ങളും ഖബറുകളുമായി ബന്ധപ്പെട്ട ധാരാളം അനാവശ്യമായ വിശ്വാസത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും അതിനെല്ലാം വ്യാജരേഖകൾ പ്രവാചകന്റെ പേരിൽ പോലും പടച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിലും ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നബി തങ്ങൾ പ്രത്യേകം വിലക്കിയ കാര്യമാണ് ഖബറുകളിൽ തേടിയുള്ള പ്രത്യേകമായ യാത്രകൾ എന്നത്. ജാഹിലിയ്യ കാലത്ത് അത് പതിവായിരുന്നു. ജൂത ക്രിസ്ത്യാനികൾക്കതൊരു ശീലമുണ്ട്. തീർത്ഥയാത്രകൾ, പ്രത്യേകമായ ഇടങ്ങളിലേക്ക് തീർത്ഥാടനം പോവുക, അത് പ്രത്യേകമുള്ള പുണ്യമുള്ള യാത്രയായി ഇവർ കണക്കാക്കി. ഇസ്ലാമിൽ അങ്ങനെ തീർത്ഥയാത്ര പോകാൻ അനുവാദമുള്ളത് 3 സ്ഥലത്തേക്ക് മാത്രമാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തുശദ്ദു ജിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര കെട്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. പ്രത്യേകമായ പുണ്യം കാംക്ഷിച്ചുകൊണ്ട്, പ്രത്യേകമായ പവിത്രത കൽപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ അത് 3 പള്ളിയിലേക്ക് മാത്രമാണ് അങ്ങനെ അനുവദിക്കപ്പെട്ടത്. 1 മക്കയിലെ മസ്ജിദുൽ ഹറാം, 2 മദീനത്തെ മസ്ജിദുൻ നബവി, 3 ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളിയിലേക്കാണ് പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ട് യാത്ര പോകാൻ അനുവാദമുള്ളത്. ബൈത്തുൽ മുഖദ്ദസിൽ 500 ഇരട്ടി പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിൽ മറ്റു പള്ളികളേക്കാൾ. മസ്ജിദ് നബവിയിൽ 1000 ഇരട്ടി പുണ്യമാണ്. മസ്ജിദുൽ ഹറാമിൽ 1,00,000 ഇരട്ടി പുണ്യമാണ് ഒരു നിസ്കാരത്തിന്. ആ പുണ്യം കാംക്ഷിച്ചുകൊണ്ടാണ് പോകേണ്ടത്. മക്കയിലേക്ക് പോകുന്നത് മസ്ജിദുൽ ഹറാമിന്റെ ആ മഹത്വം കിട്ടാനാണ്. മദീനത്തേക്ക് പോകുന്നത് മസ്ജിദ് നബവിയിലെ ആ മഹത്വം ലഭിക്കാനാണ്. അല്ല നബിയുടെ ഖബറിലേക്കല്ല ആ യാത്ര. നബി പറയുന്ന കാലത്ത് നബിയുടെ ഖബറില്ലല്ലോ. നബി പഠിപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ ഹയാത്തിലുണ്ട്. അന്ന് അവിടെ ഖബറില്ല. ഖബർ പിന്നീട് വന്നതാണ്. ഖബർ ലക്ഷ്യം വെച്ചല്ല യാത്ര മദീന പള്ളി ലക്ഷ്യമാക്കിയ. എന്നാൽ പോകുമ്പോ സ്വാഭാവികമായും നബിയുടെ ഖബറിൽ പോകും, സിയാറത്ത് ചെയ്യും, നബിക്കും സലാം പറയാം. അത് സ്വാഭാവികമായ ഒരു വിശ്വാസിയുടെ ഒരു വൈകാരികമായ ബന്ധത്തിന്റെ ഭാഗം കൂടിയാണ്. അതേസമയം യാത്ര എന്നത് നബിയുടെ ഖബർ കാണാനല്ല, യാത്ര നബി തങ്ങളുടെ പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ പ്രത്യേകമായ തീർത്ഥാടന യാത്രകൾ ഇസ്ലാമിലില്ല. മമ്പുറത്തേക്ക്, പുത്തമ്പള്ളിക്ക്, അജ്മീർക്ക്, ഏർവാടിലേക്ക് എന്നൊക്കെ പറഞ്ഞ സിയാറത്ത് യാത്രകൾ എന്ന പേരും പറഞ്ഞ് എന്തോ വലിയ മഹത്വമുള്ള യാത്രയാക്കി കണക്കാക്കി ദിവസങ്ങൾ നീണ്ടുവെക്കുന്ന പ്രത്യേകമായ യാത്രകൾ അത് വിലക്കപ്പെട്ട യാത്രകളാണ്. ഹറാമായ, നിഷിദ്ധമായ, കുറ്റകരമായ യാത്രയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത്. സ്വഹാബിമാർ കണിശമായി അത്തരം ചില സമീപനങ്ങളെ പോലും അവർ അന്ന് വിലക്കിയത് നമുക്ക് കാണാൻ കഴിയും. ഉമർ ഖത്താബും ചില സ്വഹാബിമാരും താബഈകളും ഒന്നിച്ച് യാത്ര പോകുമ്പോൾ ഒരു മരം കണ്ടു പോണ വഴി കുറച്ചാളുകൾ വേഗം ആ മരത്തിലേക്ക് ഓടി. ഉമർ ഖത്താബ് ചോദിച്ചു, എന്താണ് എല്ലാവരും ആ മരത്തിലേക്ക് പോകുന്നത്? അവരെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ അല്ലാഹുവിന്റെ റസൂലിനെ കയ്യും പിടിച്ച് നമ്മൾ പണ്ട് ഉടമ്പടി ചെയ്തത് ഈ മരത്തിന് താഴെയായിരുന്നു. ഖുർആൻ എടുത്തു പറഞ്ഞ മരമാണ് ഇത്. എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന് താഴെ വെച്ച് അവർ നബിയുമായി കരാർ ഏർപ്പെട്ടതാണ്. ആ മരമാണ് ഇത് എന്ന് പറയുമ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങളെ മുൻഗാമികൾ ഇങ്ങനെയാണ് നശിച്ചത്. മുൻഗാമികൾ നശിച്ചത് ഇങ്ങനെ തന്നെയാണ്. ചില കാൽപാദങ്ങളെ, ചില അവരുടെ ശേഷിപ്പുകളെ ഈ നിലക്ക് പിന്തുടർന്നപ്പോഴാണ് മുൻഗാമികൾ നശിച്ചത് എന്ന് പറയുകയും ഉമർ ഖത്താബ് ആ മരം വേരോടെ പിഴുതെറിയുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണും.
വെട്ടിമാറ്റുക പോലും ചെയ്ത് വെട്ടിമാറ്റിയാൽ അത് വീണ്ടും ഒരു പക്ഷേ തളിർത്തു വരാൻ സാധ്യതയുണ്ട്. അതിന് അടിവേലടക്കം പേര് ഒഴിവാക്കിയിട്ട് പറഞ്ഞു വേണ്ട, ആ വക ശൈലികൾ നമുക്ക് ആവശ്യമില്ല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് അവിടെ താക്കീത് ചെയ്തത് കാണാൻ കഴിയുന്നു. ആ നിലക്കുള്ള സമീപനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ എവിടൊക്കെ വന്നുവോ അവിടെയെല്ലാം അന്നത്തെ പണ്ഡിതന്മാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് കാണാൻ കഴിയും. എവിടെയൊക്കെ കല്ലോ മരങ്ങളോ എന്താണെങ്കിലും ഈ നിലയ്ക്ക് ആളുകൾ മഹത്വം കൽപ്പിക്കുന്നത് നിങ്ങൾ എവിടെ കണ്ടാലും അതെല്ലാം ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞ മക്കത്തെ മുസ്ലിങ്ങൾ സ്വീകരിച്ച പുണ്യവൃക്ഷമുണ്ട്, ആ ഗണത്തിൽ പെട്ടതാണ്. നിങ്ങളതെല്ലാം പിഴുതെറിയണമെന്ന് 400 ജീവിച്ച ഇമാം അബൂബക്കർ തഖ്തൂശി റഹിമഹുല്ലാഹ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് കാണാൻ കഴിയും. ജാഹിലിയ്യക്കാരുടെ രീതി അതായത് പ്രത്യേകമായ മരങ്ങൾക്ക് പുണ്യം കൽപ്പിക്കുക, ആ മരത്തിനടുത്ത് ഏതൊരു മഹാൻ വന്നിരുന്നുവെന്ന് പ്രചരിപ്പിക്കുക, ആ മരം എന്നൊരു മഹത്വമായി അതിനെ കണക്ട് ചെയ്യുക. ഒരു മഹാൻ നടന്നു പോകുമ്പോൾ വിശ്രമിച്ചത് ഈ മരത്തിന് ചുവട്ടിലാണ്, ഒരു മഹാൻ പോയപ്പോ ഇവിടെയാണ് അയാൾ താമസിച്ചത് എന്നുള്ള കഥയുണ്ടാക്കിയ ചില മരങ്ങൾക്ക് ചില കല്ലുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും ഇത് അവിടെ പ്രത്യേകമായ ഒരു സിയാറത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് നബിതങ്ങൾ വീഴുന്നതിന് മുമ്പ് മക്കയിലെ അറബികളായ ആളുകൾ ചെയ്തു പോന്ന തെറ്റായ ഒരു രീതിയാണ്. നബിതങ്ങൾ അതിനെയെല്ലാം വിലക്കി. അങ്ങനെയൊന്നുമില്ല, തീർത്ഥയാത്രകൾ പോലുമില്ല. ഈ 3 പള്ളിയിൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്നല്ലാതെ അല്ലാത്ത പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുള്ള യാത്രകളെ പോലും പാടില്ല എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ആളുകൾ വ്യാപകമാണ് ഇത്തരം സിയാറത്ത് ടൂറുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാത്രകൾ. അതൊന്നും സഹോദരങ്ങളെ ഇസ്ലാമികമായി പാടില്ലാത്ത നിഷിദ്ധമായ കുറ്റം ലഭിക്കുന്ന ഹറാമായ യാത്രകളാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹത്തിൽ പക്ഷങ്ങളെ പലതും ഉണ്ടാവാം, ആളുകൾ പലതും ചെയ്യുന്നുണ്ടാവാം. അതിന്റെ പേരിൽ മാത്രം അതൊക്കെ ദീനാണെന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ കബറിങ്ങൾ ചെന്ന് ആ കബറാളിയോട് ചോദിക്കുക, കബറാളിയോട് പ്രാർത്ഥിക്കുക, ശിർക്കാകുന്ന റബ്ബിൽ പങ്കു ചേർക്കുന്ന രീതിയാണ്. ഖബർ തൊട്ടുമുത്തുക, ഖബർ അവിടെ തടവുക, അവിടെ തവാഫ് ചെയ്യുക, അതൊക്കെ വലിയ ഗൗരവമുള്ള ഇബാദത്തുകൾ റബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ശിർക്കാകുന്ന മേഖലകളാണ്. അല്ലാഹ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ പോലും, ഖബറിൽ ചെന്ന് പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിച്ചാൽ പോലും പാടില്ല. നബി ഞങ്ങൾ പറഞ്ഞു, ലാ തുസല്ലു ഇലൽ ഖുബൂർ, ഖബറിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം അല്ലാഹ്ക്കാണ്, എന്നാലും ശരി ഒരു ഖബറിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ആകെ അനുവാദമുള്ളത് മയ്യിത്ത് നിസ്കാരം ഒരാൾക്ക് ഖബറിനെ പോയി നിസ്കരിക്കാം. മാത്രവുമല്ല മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദ് ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം ഇതുകൂടിയാണ് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു. കാരണം അവിടെ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ ഖബറിങ്ങൾ. അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദില്ല, ഖബറിനെ പോയി നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുമ്പോ ഈ പേരിൽ പോലും സുജൂദ് ചെയ്യാൻ അനുവാദമില്ല എന്നർത്ഥം. എന്നാൽ സമൂഹത്തിൽ നിന്ന് അതെല്ലാം വ്യാപകമാണ് എന്നൊക്കെ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഹറാമായ വഴികളെല്ലാം ഒഴിവാക്കി അനുവദനീയമായ മാർഗത്തിലുള്ള ഖബർ സിയാറത്താണ് വേണ്ടത്. അതാവട്ടെ നമുക്ക് ഒരു ഓർമ്മയുണ്ടാവാൻ, ബോധമുണ്ടാവാനാണ്. അല്ലാതെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളല്ല, ഖബറുകൾ ആഘോഷ കേന്ദ്രങ്ങൾ. നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഖബർ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്, ഈദാക്കി മാറ്റരുത്. ആഘോഷ കേന്ദ്രങ്ങളായി ഖബർ മാറാൻ പാടില്ല. ഇന്ന് പല ഖബറും അങ്ങനെ ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ട്, ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആഘോഷ ഇടങ്ങളായി ഖബറുകൾ മാറുകയാണ്. അങ്ങനെ അത്തരമൊരു രീതി ഇസ്ലാമിൽ ഖബറുകളുമായി ബന്ധപ്പെട്ടില്ല. അത് തീർത്ഥയാത്ര പോകേണ്ട കേന്ദ്രങ്ങളല്ല, അത് ആരാധനാ കേന്ദ്രങ്ങളായി മാറേണ്ടതല്ല. നേരെ മറിച്ച് അവിടെ ചെന്ന് നമ്മുടെ പരലോകമോർത്ത്, നമ്മുടെ മരണമോർത്ത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്ന സ്ഥലങ്ങളായിട്ടാണ് ഖബറുകളെ നമുക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി തരുന്നത്. അതുപോലെ പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രത്യേകമായ ഖബറുകൾ സന്ദർശിക്കാനൊക്കെ വ്യാജമായി ആരുണ്ടാക്കിയ കുറെ ഹദീസുകളുണ്ട്. നബിതങ്ങൾ പറയാത്ത, നബിയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദുർബലമായതും മൗലൂആയതുമായ ഒരുപാട് കഥകൾ. എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മാനും വാപ്പാനെ ഖബറിനെ പോയാൽ അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തവനായി കണക്കാക്കപ്പെടുമെന്ന് നബിതങ്ങൾ പറഞ്ഞുവെന്നൊക്കെ വ്യാജമായ റിപ്പോർട്ടുകളാണ്. അത് വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഖബറിനെ പോയി ഈ ഒരു മഹത്വം കിട്ടാൻ വേണ്ടി പോകാവില്ലാക്ക് എപ്പോഴും പോകാം, ഇന്ന ദിവസം ഇന്ന സമയമൊന്നുമില്ല. പ്രത്യേകമായ ദിവസങ്ങൾ എങ്ങനെ കണക്കാക്കി അങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് മഹത്വം കൽപ്പിച്ച് അന്നൊക്കെ ഖബറിൽ പോകണമെന്ന് ഷിയാക്കൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച കുറെ സംഭവങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. മുഹറം 10 ഖബർ സന്ദർശിക്കാൻ പ്രത്യേകമായി പഠിപ്പിക്കുന്നത്, മേരാജ് ദിവസത്തില് ബറാത്ത് ദിവസത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഖബർ സിയാറത്ത് പ്രത്യേകമായി കണക്ട് ചെയ്യുന്നത് അതൊന്നും നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല.
അതൊക്കെ നമ്മൾ അങ്ങനത്തെ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ഒഴിവാകുകയും എന്താണോ അല്ലാഹു റസൂലുള്ളാഹി രംഗത്ത് പഠിപ്പിച്ചത് അവ ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه